CPM കണ്ണൂർ ജില്ലാ സമ്മേളനം ഫെബ്രുവരി 1 മുതൽ 3 വരെ തളിപ്പറമ്പിൽ നടക്കും. പ്രതിനിധി സമ്മേളനവും ഫെബ്രുവരി 3 നടക്കുന്ന പൊതുസമ്മേളനവും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ജില്ലാ സെക്രട്ടറി MV ജയരാജൻ പറഞ്ഞു. 30 വർഷങ്ങൾക്ക് ശേഷമാണ് തളിപ്പറമ്പിൽ CPIM ജില്ലാ സമ്മേളനം നടക്കുന്നത്. KKN പരിയാരം ഹാളിൽ നടക്കുന്ന പ്രതിനിധി സമ്മേളനത്തിൽ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ PK ശ്രീമതി, EP ജയരാജൻ, AK ബാലൻ, KK ശൈലജ, എളമ്പരം കരീം, K രാധാകൃഷ്ണൻ, P സതീദേവി, CS സുജാത തുടങ്ങിയ നേതാക്കൾ പങ്കെടുക്കും. ഏരിയ സമ്മേളനങ്ങളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട 496 പ്രതിനിധികളും 51 ജില്ലാ കമ്മിറ്റി അംഗങ്ങളും കേന്ദ്ര സംസ്ഥാന നേതാക്കളുമാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുക. 439 ലോക്കൽ കമ്മിറ്റികളും 18 ഏരിയ കമ്മിറ്റികളിലുമായി 65,550 പാർട്ടി അംഗങ്ങൾ ജില്ലയിലുണ്ട്. 29.51 ലക്ഷം വർഗഭൂജന സംഘടന അംഗങ്ങൾ 7 പ്രധാനപ്പെട്ട സംഘടനകളിലുണ്ട്. അതിനു പുറമെ മറ്റ് സംഘടനകളിലും ഉള്ളവരുണ്ട്. അതോടൊപ്പം കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും 50% വോട്ട് ജില്ലയിൽ നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. വോട്ട് മാത്രമല്ല, നിയമസഭയിൽ 11-ൽ 9 സീറ്റും ഇടതുപക്ഷമാണ് വിജയിച്ചത്. പൊതുസമ്മേളന നഗരിയിൽ വൈകിട്ട് പതാക ഉയർത്തുന്നതോടെ സമ്മേളനത്തിന് തുടക്കമാകും. കരിവള്ളൂർ രക്തസാക്ഷി സ്മാരകത്തിൽ നിന്ന് P ജയരാജന്റെ നേതൃത്വത്തിൽ പതാക ജാഥയും, കാവുമ്പായി രക്തസാക്ഷി സ്മാരകത്തിൽ നിന്ന് TV രാജേഷിന്റെ നേതൃത്വത്തിൽ കൊടിമര ജാഥയും തളിപ്പറമ്പിലെത്തും. നിലവിലെ സെക്രട്ടറി MV ജയരാജന് ഒരു ടേം കൂടി തുടരാം. മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ചുമതല നൽകുന്നത് ഉൾപ്പെടെയുള്ള തീരുമാനങ്ങൾ വന്നില്ലെങ്കിൽ MV ജയരാജൻ സെക്രട്ടറിയായി തുടരാനാണ് സാധ്യത. ജയരാജൻ മാറട്ടെ എന്ന് നേതൃത്വം തീരുമാനിച്ചാൽ TV രാജേഷ് സെക്രട്ടറി ആയേക്കും. സർക്കാരിനെക്കുറിച്ചും സംഘടനാ പ്രവർത്തനങ്ങളെക്കുറിച്ചുമുള്ള ചർച്ചകൾക്കൊപ്പം EP ജയരാജൻ, PP ദിവ്യ എന്നിവരുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും സമ്മേളനത്തിൽ സജീവ ചർച്ചയാകും. ന്യൂസ് മലയാളം, കണ്ണൂർ.